തൃശ്ശൂർക്ക് പോവുകയാണ്. നമുക്ക് ശോഭ സിറ്റിക്ക് ഒന്ന് പോകാണ്ട്, പിന്നെ സ്റ്റുഡിയോയിലൊന്ന് കയറണം. നല്ല കളക്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ടോപ്പൊക്കെ എടുത്തിട്ട് വരാം. അപ്പോൾ എന്തായാലും നമുക്ക് പോകാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ അടുത്താണ് ബസ് സ്റ്റോപ്പ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ബസ് കയറിയിട്ട് നമുക്ക് പറപ്പൂർ ബസ് നോക്കാം. എന്നിട്ട് നമുക്ക് ശോഭയിൽ ഇറങ്ങാം. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. ബസ്സിലധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, കുറേ നേരം ട്രാവൽ ചെയ്ത പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ എത്തിയപ്പോൾ കുറേ ദൂരം ഉണ്ടായിരുന്ന പോലെ തോന്നി. അങ്ങനെ നമ്മൾ ശോഭ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ ശോഭയുടെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് എൻട്രി ചെയ്യാം. അപ്പോൾ ഇത് ഓണത്തിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതാ മാവിലീനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡിയോയുടെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ചുമ്മാ നമ്മളതൊക്കെ നോക്കിയിട്ട് നമ്മൾ നേരെ സ്റ്റുഡിയോയിലേക്ക് കയറുകയാണ്. വലിയ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനത്തെ വേണമെന്നൊരു ലോങ് ടോപ്പ് എടുക്കണം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പറ്റിയ പോലത്തെ ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ നമുക്ക് പറ്റിയ സൈസൊക്കെ ഉള്ള ഡ്രസ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓണം റിലേറ്റഡ് ഡ്രസ്സസൊന്നും കളക്ഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുറേ കുർത്തീസും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ലോങ് ടോപ്പൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പോയാലും നമ്മൾ എടുത്തിട്ട് വരാറുള്ളത് മിക്കതും ഷോർട്ട് ടോപ്പ് തന്നെയായിരിക്കും, ജീൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഷോർട്ട് ടോപ്പ് എടുക്കരുത്, ലോങ് ടോപ്പ് തന്നെ വേണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ നോക്കണ വൈറ്റ് ഉണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ഉള്ളതൊക്കെ നമ്മൾ ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടമായ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ട്രയൽ ചെയ്യണം. അപ്പോൾ വൈറ്റിൽ ഈ ഒരു ബ്ലൂ വരുന്നത് അടിപൊളിയായിരുന്നു, പക്ഷേ ലെങ്ത്ത് കുറവായിരുന്നു. പിന്നെ ഈ ഒരു ഡ്രസ്സാണെങ്കിലോ കഴുത്ത് ബാക്കിൽ നല്ല ഇറക്കം കൂടുതലാണ്. പിന്നെ ഈ ഒരു വൈറ്റ് ഫ്രണ്ടിൽ നിന്നൊക്കെ കാണുമ്പോൾ ഓക്കെ ആയിരുന്നു, പക്ഷേ കുറച്ച് ലൂസായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഗ്രീൻ വരുന്നതാണ്. ഒരേൽ ബാക്കി കുറച്ച് ഡ്രസ്സാണ് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നുന്നത്. പക്ഷേ നമ്മളെടുത്ത ഡ്രസ്സ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു കാര്യമില്ലാണ്ട് മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒരു കാര്യമില്ലാണ്ട് ചുമ്മാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നൊക്കെ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു പെർഫ്യൂമിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ചുമ്മാ അങ്ങനെ നോക്കിയിട്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബില്ല് ചെയ്യാം. ബില്ല് ചെയ്ത് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ ലൈഫ് സ്റ്റൈൽ ഉണ്ട്. അപ്പോൾ അവിടെ ചുമ്മാ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കുർത്താസൊക്കെ അടിപൊളിയാണ്, നല്ല കളക്ഷനാണ്. പക്ഷേ റേറ്റ് നോക്കിയപ്പോൾ നമ്മൾ പിന്നെ ആ ഭാഗത്തേക്കേ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള കുർത്തീസൊക്കെ ഉണ്ടായിരുന്നു. ഇനി വേറെ പ്ലാൻസ് ഒന്നുമില്ല, വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിലൊന്ന് കറങ്ങിയിട്ട് നമുക്ക് നേരെ ഫുഡ് കോർട്ട് പോവാം. അപ്പോൾ അതാ ഫുഡ് കോർട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അത് ഒരു ഓണത്തിൻ്റെ ഒരു വൈബിലാണ് നമ്മുടെ ഫുഡ് കോർട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എന്താ കഴിക്കുകയെന്ന് നമ്മളിങ്ങനെ വിചാരിച്ചപ്പോൾ അവിൽ മിൽക്ക് എന്തെങ്കിലുമൊക്കെ കുടിക്കുക എന്നുള്ളൊരു രീതിക്കാണ് നമ്മൾ വിചാരിച്ചത്. പിന്നെ നമുക്കിനി ഓണമൊക്കെ അല്ല, അപ്പോൾ ഇനി വെറുതെ വയ്യായി വരുത്തണ്ട തണുവ് വെച്ചിട്ടെന്ന് വെച്ചിട്ട് ഈ ഒരു ഷോപ്പിൽ നമ്മളൊരു പ്ലാറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ്സിനുള്ളിലൊക്കെ നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈസ് നമുക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല, ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പരിപാടി ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് വേഗം പോവുകയാണ്. ശോഭയുടെ അവിടെ നിന്ന് ബസ് കിട്ടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇറങ്ങിയിട്ട് അവളായിട്ട് ഇനി നമ്മൾ പോകുന്നത് ചാവക്കാടിക്കാണ്. അപ്പോൾ അവൾക്ക് ഹെയർ കട്ടും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇതാ ചാവക്കാടിക്ക് ബസ് കയറിയിട്ട് ഇപ്പോൾ ഇതാ നമ്മൾ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. ഷോപ്പ് ഏതാണെന്നൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും വോളിയം തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ഹെയർ കട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് സ്യൂട്ടായത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ ഇടയിൽ ത്രെഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഷോപ്പിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോഴേക്കും അത്യാവശ്യം നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നൊന്ന് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ ഇതാ ചായയും അതുപോലെ മറ്റേ തേങ്ങാവെന്നില്ലേ അതും കൂടി കഴിച്ചിട്ട് ഇരിക്കുകയാണിപ്പോൾ. കുറച്ച് നേരം കറങ്ങിയ ക്ഷീണമൊക്കെ തീർത്തിട്ട് നമ്മളിപ്പോൾ ഇതാ കിച്ചണിൽ വന്നപ്പോൾ അമ്മ പുളിഞ്ചി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഇതാ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തരികയാണ്. ഇനി നമുക്ക് ഡിന്നർ കഴിക്കാം. അപ്പോൾ കിച്ചണിലെ പണികളൊക്കെ ഏതാണ്ട് തീർത്തുകൊണ്ട് നമ്മൾ വാഴയിലയിലാണ് കഴിക്കണം. അപ്പോൾ അതാകുമ്പോൾ പിന്നെ നമ്മൾക്ക് പാത്രം കഴുകണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കിടക്കാൻ നോക്കാം. നമ്മൾ കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിട്ട് പിന്നെ കിടക്കുക. അപ്പോൾ നമുക്ക് ആ ബെഡ്ഷീറ്റൊന്ന് മാറ്റിയിടണം, എന്നിട്ട് നമുക്കിനി കിടക്കാൻ നോക്കാം.
എല്ലാവരും അവിടെ ഫുഡ് കഴിച്ചിട്ട് ഇരിക്കുന്നുണ്ട്, നമ്മൾ കിടന്നിട്ടൊന്നുമില്ല ആരും. പിന്നെ ചെറുതായിട്ടൊരു കോഫിയുടെ ഒരു പൂതി വരുന്നുണ്ട്. സോ ചിലപ്പോൾ നമ്മൾ പൂതി കൂടിയാൽ നമ്മൾ കോഫി ഉണ്ടാക്കും. അപ്പോൾ എന്നിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുക. അപ്പോൾ നമുക്ക് നോക്കാം. ഫോണിൽ കോഫി റിലേറ്റഡ് വീഡിയോസ് കണ്ടുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് കോഫിയുടെ ഒരു ക്രേവിങ്സ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അധികം ടൈം കളയാണ്ട് നമ്മൾ നേരെ കോഫി ഉണ്ടാക്കാൻ ചെന്നു. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ഷുഗറും കൂടിയിട്ട് ചൂടുവെള്ളത്തിൽ ബീറ്റ് ചെയ്തിട്ടുള്ള സംഭവമില്ലേ, അതുപോലെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളിങ്ങനെ ഇടയ്ക്ക് ചെയ്യാറുള്ളതാണ് കേട്ടോ. പിന്നെ ഒരു മിക്സ് ആഡ് ചെയ്തിട്ട് നമ്മൾ ചൂട് പാൽ ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. പിന്നെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു മറ്റേ ക്യാപ്പിച്ചീനൊക്കെ കുടിക്കുമ്പോൾ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഒരു ഷുഗർ ആഡ് ചെയ്യണത്. അപ്പോൾ അതുപോലെ ചുമ്മാ ചെയ്തു. അപ്പം ഞാനൊന്ന് മേലേക്ക് കിടക്കണ നേരമായതുകൊണ്ട് ഇവിടെ മേലെ കഴിക്കില്ല. ഇനി ഇവള് കോഫിയൊക്കെ കുടിച്ചിട്ടാണെങ്കിൽ മേലേക്കാണുള്ളൂ. അപ്പം ഞാൻ കുളിച്ച് വന്നിട്ട് പിന്നെ നമ്മൾ ഇതുണ്ടാക്കാൻ നിന്നു. അപ്പം ഇനി ഇതൊക്കെ കുടിച്ചിട്ട് ഞാൻ കിടക്കും. ഇവിടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി കിടന്നോളൂ. അങ്ങനെ കോഫിയൊക്കെ കുടിച്ചിട്ട് ഇനി നമ്മൾ കിടന്നുറങ്ങാൻ നോക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഒരു ഡേ ഇൻ അവർ ലൈഫ്.